എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം നമ്മളൊരു യാത്രയിലാണ്. അപ്പം പുതിയൊരു സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. കുറേ ദിവസങ്ങളായി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം. അപ്പം എല്ലാവർക്കും മോർണിംഗ്. ഇന്നലെ ഞാൻ കണ്ടില്ലേ, ഫസ്റ്റ് നൈറ്റിലായിരുന്നു നമ്മൾ ട്രെയിൻ യാത്ര തുടങ്ങിയത്. അപ്പോൾ മോർണിംഗിൽ നമ്മളൊരു ചെറിയൊരു തീർത്ഥാടന വൈബ് പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ലൊക്കേഷൻ കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് ഔട്ട് സൈഡ് മഴയൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി. അപ്പം ഇത് കണ്ടാൽ ചിലവർക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ, നമ്മളപ്പം പോകാൻ വേണ്ടി പോകുന്നത് കൊല്ലൂർ മൂകാംബികയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊരു 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പം നമ്മൾ ബൈന്ദൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് മൂകാംബികയിലോട്ടേക്ക് പോകാൻ വേണ്ടി. അപ്പം ഇവിടെ മോർണിംഗിൽ ശരിക്കും ഒരു 7 മണിക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ വളരെ ലേറ്റായി ട്രെയിൻ. നമ്മളൊരു 3 മണിക്കൂറോളം ലേറ്റായി. ഏകദേശം 10 മണിയാകാനായി അപ്പോഴാണ് ട്രെയിൻ എത്തുന്നത്. അത് നമ്മുടെ പ്ലാനിങ്ങൊക്കെ കുറച്ച് കൊളായിട്ടാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സ്റ്റേഷനെത്തി. അപ്പം ബൈന്ദൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്ക് കുറേ ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ആൾക്കാരെ പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടാക്സി മാത്രമായിട്ട് വിളിച്ചിട്ട് പോവാം, അല്ലാണ്ട് പോകാം. നമ്മൾ നടത്തം വെക്കാമെന്ന് വെച്ചു. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ വരുന്നുള്ളൂ ബസ് സ്റ്റാൻഡോട്ട്. ടാക്സിക്ക് ഭയങ്കര റേറ്റാണ്. 600-700 രൂപയ്ക്കാണ് വാങ്ങുന്നത്. പിന്നെ പെർ ഹെഡ് 100 റുപ്പീസ് വെച്ച് പോകുന്നുണ്ട്. അല്ലാണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് 600-700 റുപ്യക്കാണ് ടാക്സി. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ലോങ് ആണ് പോകാൻ. പക്ഷേ ബസ്സാകുമ്പോൾ നമുക്കൊരു 40-50 രൂപ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിയും. അപ്പം ഇത് ബസ് സ്റ്റാൻഡാണ്. അത്ര വലിയ ബസ് സെറ്റപ്പൊന്നുമല്ല. ഒരു ചെറിയ കടയുണ്ട്. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. പിന്നെ എത്ര ദൂരമാണെന്നറിയില്ലല്ലോ. പോകുന്ന വഴി അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. കുറച്ച് ഒരു അറിയാമല്ലോ, അത് കുടജാത്രി ആ ഏരിയയൊക്കെ കുറച്ച് കാട് ആവശ്യമായിട്ട് ഒരു ഫോറസ്റ്റ് ഒരു ഏരിയയൊക്കെയാണ്. ഇവിടെ ചില സ്ഥലത്ത് ട്രക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ ഈ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. കാരണം ബസ്സിലായതുകൊണ്ട് പൊതുവെ നമ്മൾ ബൈക്ക് റൈഡാണ് ചെയ്യാറ്. പിന്നെ ഇത്ര ലോങ് ആയതുകൊണ്ട് നമ്മൾ ബസ്സും ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയൊക്കെ പബ്ലിക്കാക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് കാണിക്കാമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ സൈഡൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ബസ്സിനാണ് നമ്മൾ കയറി. ഏകദേശം 1-1.5 മണിക്കൂർ പിടിച്ചു അങ്ങോട്ട് എത്താൻ. പിന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കൊല്ലൂർ മൂകാംബി എത്തി. ഇവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അവിടെ ബസ് നിർത്തി. ഇനിയിപ്പം നമുക്ക് പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം, ഒന്ന് ഫ്രഷ് ആകണം. പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ ഇപ്പം തന്നെ സമയം ഏകദേശം 1 മണിയോളമായി. പിന്നെ ഇപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ നമ്മളൊരു താലി വാങ്ങി ഫുഡ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം, അത്രേ പറയാൻ പറ്റും. കണ്ടില്ല, അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്ര ടേസ്റ്റ് അങ്ങ് പിടിച്ചിട്ടൊന്നും ഇല്ല. ഒരു നമ്മുടെ കേരള റൈസൊന്നുമല്ല, ഒരു ഒപ്പിക്കാം എന്നുള്ളൊരിതിൽ അങ്ങനെ അടിച്ചു കൂട്ടി. നമ്മൾ ക്ഷേത്ര ദർശനം നടത്താമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം 1:30ക്ക് ക്ലോസായി. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഔട്ട് സൈഡ് ഒന്ന് കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ട് വരാമെന്നുള്ള പറഞ്ഞു. ഇത് കണ്ടോ, നമ്മുടെ സൗവർണിക നദി ഉണ്ടല്ലോ ഇവിടെ അടുത്ത്. സൗവർണിക നദീൻ്റെ അങ്ങോട്ടേക്ക് അവിടുന്ന് വരുന്ന ഒരു ചെറിയൊരു ചാല് പോലെ. പിന്നെ ഇവിടെ വേറൊരു കാര്യം വെച്ചാൽ, നമുക്ക് ബുക്കിംഗ് ചെയ്ത് വന്നാലും അല്ലെങ്കിലും ഈ തിരക്കുള്ള സമയത്ത് ചിലപ്പം കിട്ടിയെന്നല്ല, ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ക്ഷേത്രത്തിന് ചുറ്റും. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ സർക്കിളിൽ 4 സൈഡും ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം റൂമിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ തിരക്ക് വരുന്ന സമയത്ത് മാക്സിമം ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ല കൂടുതലായിട്ട് ആൾക്കാർ വരുന്നൊരു ഏരിയ ആണല്ലോ ക്ഷേത്രം. അങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ടാണ് റൂം എടുത്തത്. നമ്മൾ വന്ന സമയത്ത് അതിന് തിരക്കൊന്നും. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാൻ കണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ ഈ ഒരു പോർഷനും ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത് ആ ഫിലിം കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗമൊക്കെ. അപ്പം ഇത് കണ്ടോ, ലൈൻ നിൽക്കാൻ വേണ്ടി കൗണ്ടർ വലിയൊരു ലൈൻ തന്നെ വരുന്നത്, അതിനു വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത് പുറത്തുകൂടി വന്നിട്ടാണ്, ഇതിൻ്റെ അകത്ത് വേറെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വന്ന സമയം കുറച്ച് തിരക്കൊക്കെ കുറവായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റും നമുക്ക് വിചാരിക്കാം. അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഔട്ട് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ വൈകുന്നേരമായിട്ടൊന്ന് ക്ഷേത്രത്തിൽ കയറാമെന്നുള്ള പ്ലാനാണ്.
ഇത് ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് കൂടിയുള്ള വഴിയാണ്. അപ്പോൾ ഇതിൽ നമുക്കങ്ങനെ എൻട്രി ഇല്ല. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരാം. പിന്നെ രാത്രി സമയത്ത് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെജ് മാക്സിമം വെജാണ് കേട്ടോ. ഈ സൈഡ് അമ്പലത്തിൻ്റെ സൈഡായതുകൊണ്ട് മാക്സിമം വെജാണുള്ളത്. ഓട്ടോ സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെടുത്ത റൂം. അപ്പം റൂമിൻ്റെ അകത്ത് നിന്ന് വലിയ കാഴ്ചകളൊന്നും ഇല്ല. അത്ര സെറ്റപ്പ് റൂമൊന്നുമില്ല. ഇത് ഇവിടെ കണ്ടില്ല, ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണിത്. നമുക്ക് കുടജാദ്രി മലനിരകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതാ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. അത്യാവശ്യം കോടൊക്കെ വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ളൊരു ചെറിയ കാഴ്ചയാണത്. നമ്മൾ വൈകുന്നേരമായിട്ട് ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാമെന്നുള്ളതിൽ വന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷായി അമ്പലത്തിൻ്റെ അകത്തോട്ടേക്ക് വന്നു. അമ്പലത്തിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം നമുക്ക്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ. ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. ഈ ജസ്റ്റ് ഞാൻ കണ്ടില്ല, ഈ എൻട്രി ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ കയറുന്ന ഭാഗത്ത് അത്രേ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേത്രത്തിൽ കലാപരിപാടികൾ നടക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. ഈ അരങ്ങേറ്റം കുറിക്കുക എന്ന് പറയില്ല, മൂകാംബിക വന്ന് അരങ്ങേറ്റം കുറിക്കുക, അങ്ങനെ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതിലധികം നമുക്ക് സോങ്സ് അങ്ങനെ കയറ്റാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം ജസ്റ്റ് നമ്മളിവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല, കാരണം നമുക്ക് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം കുറച്ച് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് സ്ഥലം ഇതൊക്കെ പരിപാടിയൊക്കെ കണ്ട് നമ്മൾ പോകാനുള്ള പരിപാടി. അപ്പം ഏകദേശം രാത്രിയായി. നമ്മളിനിയിപ്പം പുറത്തോട്ട് പോയിട്ട് വേണം, ഫുഡൊക്കെ ഒന്ന് കഴിച്ച് വേണം പോകാൻ. ഇവിടെ വിളക്ക് വെച്ചിട്ടൊരു പ്രാർത്ഥന ഉണ്ട്, നെയ് വിളക്ക്. അതിൻ്റേതാണ് ഈ കാണുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടുകളൊന്നാണ്. അങ്ങനെ നൈറ്റാണിത്. അപ്പം നൈറ്റിൽ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിനി മോർണിംഗ് വീണ്ടും വരുന്നുണ്ട്. അപ്പം മോർണിംഗിൻ്റെ കാഴ്ച ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ കണ്ട പോലെ ഇത് ശീവേലി എഴുന്നള്ളത്താണ്. നമ്മളെല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഒരു ശീവേലി എഴുന്നള്ളത്ത്. ഇത് നൈറ്റിലൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ മോർണിംഗിലുള്ളതാണിത്. അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും മോർണിംഗ്. നമ്മളപ്പം ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ സൗവർണിക നദീൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ഇത് പൊതുവേ ഇവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൗവർണിക നദിയിൽ മുങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിലോട്ടേക്ക് പോകാൻ എന്നാണ് ഐതിഹ്യം. ഈ കർണാടക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ബൈന്ദൂരിലാണ് ഉള്ളത് സ്ഥലം. ഇവിടെ ഒരു മരം കണ്ട് എനിക്കൊരു സംശയം, ഇതൊരു നമ്മുടെ ഈ എന്താ പറയുക, ഈ രുദ്രാക്ഷമൊക്കെ വരുന്നൊരു മരമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ കണ്ടിട്ട് അതിൻ്റെ കായൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇവിടെ ഞാൻ പോയപ്പം കണ്ടൊരു കാര്യമാണത്. പിന്നെ ഇവിടെ ഒരു പൂജ പോലൊക്കെ എന്തൊക്കെയോ ആരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ കാര്യം എന്നൊന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷേ സംഭവം നമ്മുടെ ഫ്രെയിമിൽ കൊള്ളാം. അത്യാവശ്യം പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട്. സൗവർണിക നദി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല, പക്ഷേ ഫുള്ള് ചളിയാണ്, കലങ്ങി ഇട്ടാണ് ഒഴുകുന്നത്. അത്യാവശ്യം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നു. ഈ ഏരിയ ഇത് നമ്മുടെ ക്ഷേത്രത്തിന് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട്. വണ്ടിയുള്ളവർക്ക് വണ്ടിയിൽ വരാം, അല്ലാത്തവർക്ക് നടന്ന് തന്നെ വരണം. അപ്പം വന്നു കഴിഞ്ഞാലാണ് ഇത് കാണാം. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു ഏരിയയാണിത്. അപ്പം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് ഇവിടെ അധികം ആരും അങ്ങനെ കാണുന്നില്ല ആൾക്കാർ വന്ന്. പുറമേയുള്ളങ്ങളാണ് അധികം ഇവിടെ വന്ന് കുളിച്ച് പോകുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന സമയത്തൊക്കെ പുറത്തുനിന്നുള്ളങ്ങളാണ് കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മൂകാംബിക നമുക്ക് അത്രയൊക്കെ ഉള്ളൂ, കാരണം ഐതിഹ്യങ്ങളൊക്കെ പറയാൻ നിന്നാൽ തീരില്ല, കുറേ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഉടുപ്പിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഈ കുടജാദ്രിയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ട്രെയിനിൽ ഡിലേ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഉടുപ്പിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.